നമ്മൾ കാരേജിനെ കുറിച്ച് നമ്മൾ നേരത്തെ സീരീസിൽ പഠിച്ചായിരുന്നു. ടൈപ്പ് റൈറ്റിംഗ് സീരീസ് 3-യിലോ 4-ലോ പഠിച്ചായിരുന്നു. 4-ൽ അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു എന്താണ് കാരേജ് എന്ന്. അപ്പോൾ ഇനി നമുക്ക് കാരേജിനെ ബേസ് ചെയ്ത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ചൂസ് ദ ഓഡ് വൺ ഔട്ട്. ഇതിൽ ഓഡ് വൺ ഔട്ട് ഏതാണ്? ഓപ്ഷൻ ഡി, റോമൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ കാരേജ് ഡസ് നോട്ട് മൂവ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് വെൻ ഓപ്പറേറ്റ് വൺ ഓഫ് ദ ബിലോ. ഈ താഴെ കൊടുത്തേക്ക് ഒന്ന് നമ്മൾ ഇത് ഓപ്പറേറ്റ് ചെയ്താൽ കാരേജ് റൈറ്റ് ലെഫ്റ്റിലോട്ട് പോകില്ല. ഏതാണ്? ഓപ്ഷൻ ഡി, ബാക്ക് സ്പേസർ. വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് വിത്ത് ദ ലെങ്ത് ഓഫ് ദ കാരേജ്. ഇതിൽ കൂട്ടത്തിൽപ്പെടാത്ത ഏതാണ്? 160. ഓക്കെ, 100. ബാക്കിയെല്ലാം ഉണ്ട്. 100, 120, 140 നമ്മൾ നേരത്തെ പഠിച്ചതാണ്, കാരേജിൽ പഠിച്ചതാണ്. ഓക്കെ, അത് കാണാത്തവർ കയറി കാണുക കേട്ടോ, ചാനലുണ്ട് എൻ്റെ സീരീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സ്ഥാനത്ത് നിന്ന് നേരത്തെ നിശ്ചയിച്ച മറ്റൊരു സ്ഥാനത്തേക്ക് കാരേജ് ഒറ്റയടിക്ക് എത്തുന്നതിന് ഉപയോഗിക്കുന്നത്. ഒറ്റയടിക്ക് നമുക്ക് കാരേജ് എത്തുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ടാബുലേറ്റർ. ഓക്കെ, ടാബുലേറ്റർ. ഇനി അടുത്ത്, വാട്ട് ഈസ് ദ ഡിഗ്രി സൈസ് ഓഫ് എ പോളിസി ടൈപ്പ് കാരേജ് ടൈപ്പ് റൈറ്റർ? പോളിസി ടൈപ്പ് കാരേജ് ടൈപ്പ് റൈറ്റർ ഡിഗ്രി സൈസ് എത്രയാണ്? 180. ഓക്കെ, 180 പോളിസി ടൈപ്പിൻ്റെത്. ഓരോ ടൈപ്പിൻ്റെത് കാരേജിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അത് ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് കയറി കാണുക ആ വീഡിയോ. ഓക്കെ, ഷോർട്സ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി മാനിഫെസ്റ്റ് മെഷീനുകളുടെ ഏകദേശം നീളം ഡിഗ്രി ബേസിലാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്രയാണ്? 240 ഡിഗ്രി. മാനിഫെസ്റ്റ് മെഷീനുകളുടെ ഏകദേശം നീളം 240 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഫോർ ബ്രിങ്ങിങ് കാരേജ് ഇൻ ടു ലെഫ്റ്റ് സൈഡ്. ഓക്കെ, നമ്മൾ രണ്ട് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാനുള്ളതും പഠിച്ചു, ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരേണ്ട മെത്തേഡ്സും പഠിച്ചായിരുന്നു. അത് കാരേജിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഇപ്പോൾ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഒന്ന് ഒരു ലെഫ്റ്റ് സൈഡിൽ കാരേജ് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകേണ്ട മെത്തേഡല്ല, അത് ഏതെന്നാണ് ചോദിക്കുന്നത്. അതാണ് പ്രസ് ബാക്ക് സ്പേസർ. ഓക്കെ, പ്രസ് ബാക്ക്. ഇനി കാരേജ് ക്യാൻ ബി മൂവ് ടു ദ റൈറ്റ് ബൈ പ്രസ്സിങ് ബാക്ക് സ്പേസ്. ഓക്കെ, ബാക്ക് സ്പേസ്. വാട്ട് വിൽ ഹാപ്പൻ ടു ദ കാരേജ് വെൻ വി ടൈപ്പ് 1 ലെറ്റർ? ഒരു ലെറ്റർ ടൈപ്പ് ചെയ്ത കാരേജിന് എന്ത് പറ്റും? മൂവ് 1 സ്പേസ് ടു ദ ലെഫ്റ്റ് സൈഡ്, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വൈൽ പ്രസ്സിങ് ബാക്ക് സ്പേസ് ദ കാരേജ് മൂവ് ടുവേർഡ്സ്. എങ്ങോട്ട് മൂവ് ചെയ്യും? ബാക്ക് സ്പേസ് പ്രസ് ചെയ്യുമ്പോൾ റൈറ്റിലോട്ട് മൂവ് ചെയ്യും. മെയിൻ പാർട്ട് ഇൻ ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻറ്റ് ഓഫ് ദ കാരേജ് എന്താണ്? ഡോഗ് ബ്ലോക്ക് മെയിൻ പാർട്ടാണ്. അതിനെക്കുറിച്ച് വിശദമായി അടുത്ത സീരീസിലൊക്കെ നമ്മൾ പഠിക്കും. ഇനി വിച്ച് ടൈപ്പ് റൈറ്റർ ഹാസ് 80 ഡിഗ്രി? 80 ഡിഗ്രികൾ ഏതാണ്? എഫ് സാപ്പ്. ഓക്കെ, എഫ് സാപ്പിനാണ് 80 ഡിഗ്രികൾ. ഇനി അപ്പർ പോർഷൻ ഓഫ് ദ ടൈപ്പ് റൈറ്റർ വിച്ച് മൂവ്സ് വൈൽ ടൈപ്പിംഗ് ഏതാണ്? കാരേജ്. ഓക്കെ, കാരേജ് ആണ് മെയിൻ ബാർ. അപ്പോൾ ഇതാണ് കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് മറക്കല്ലേ. ബൈ.